ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ട്രംപിൻ്റെ കാര്യത്തിലും തുടങ്ങാം. ട്രംപ് സിറിയയിലെ അൽ ഷാര എന്ന് പറഞ്ഞ ആ ഒരു താൽക്കാലിക പ്രസിഡന്റുമായിട്ട് നടത്തിയ ചർച്ചയൊക്കെ വളരെയധികം നോക്കി കാണപ്പെടുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ ഇസ്രായേൽ ആയിക്കോട്ടെ, എല്ലാം തന്നെ ഇസ്രായേൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അബ്രഹാം അക്കോർഡുമായിട്ട് ഒരു ഫസ്റ്റ് ഫേസ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് സിറിയയുമായിട്ട്. ട്രംപ് അതിൽ ഈ അഹ്മദ് അൽ ഷാരയെ വിശേഷിപ്പിച്ചത് ഗുഡ് ആൻഡ് അട്രാക്റ്റീവ് ഗൈ എന്നാണ്. ട്രംപ് പൊതുവേ ഇങ്ങനെ ചില ഡെഫിനിഷനൊക്കെ പല നേതാക്കൾക്കും കൊടുക്കാറുണ്ട്. ഇൻ്റലിജൻറ്റ് ഗൈ, ബ്രില്യൻ ഗൈ, നൈസ് ഗൈ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയും. അതേപോലെ പറഞ്ഞായിട്ട് നമുക്ക് കരുതാം. പക്ഷേ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് ലുക്കിംഗ് അട്രാക്റ്റീവ് ഗൈ, അതാണ് ട്രംപിൻ്റെ ആ ഒരു ഫ്രേസ് അഹമ്മദ് അൽ ഷാറയെക്കുറിച്ച്. തീവ്രവാദിയാണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗുഡ് ലുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് സിറിയയെ എങ്ങനെയെങ്കിലും മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരണം. അപ്പോൾ സിറിയയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ബാക്ക്ലാഷൊക്കെ മാറ്റിക്കൊണ്ട് ഒരു പുതിയൊരു രാജ്യമായിട്ട് മുന്നോട്ട് കടന്നു വരട്ടെ എന്നുള്ള രീതിയിലാണ് ട്രംപ് ഇതിനെ നോക്കി കാണുന്നത്. പക്ഷെ നമുക്കത് അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ വിശ്വാസം എടുക്കാൻ പറ്റില്ല. ട്രംപിന് വേണമെങ്കിൽ അങ്ങനെയൊക്കെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം നടത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോവാം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ പാകിസ്ഥാൻ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ, ഇന്ത്യ ശരിക്കും റാവൽപിണ്ടി എയർപോർട്ടിൽ നടത്തിയ അറ്റാക്ക് അത് രാത്രി മിഡ് നൈറ്റിലാണ് അസിം മുനീർ ഷഹബാസ് ഷെരീഫിനെ വിളിച്ചറിയിച്ചത്. അസിം മുനീർ എന്ന് പറഞ്ഞത് അവിടുത്തെ ആർമി ജനറലാണ്. അയാൾ ഷഹബാസ് ഷെരീഫ് എന്ന് പറഞ്ഞ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്ററിനെ വിളിച്ചറിയിച്ചു റാവൽപിണ്ടിയിലേക്ക് ഇന്ത്യയുടെ മിസൈൽ വന്ന് പതിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം വിളിച്ചറിയിച്ചതായിട്ട് ഷഹബാസ് ഷെരീഫ് തന്നെ ഇന്ന് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിലുപരിയായിട്ട് നമ്മൾ ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഏതാണ്ട് 6 എയർബേസുകൾ അവർക്ക് ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള അറ്റകുറ്റപ്പണികൾക്കായിട്ടും അതേപോലെ റീവർക്കിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണെന്ന്. അതായത് ഇത് ഇന്ത്യ അറ്റാക്ക് ചെയ്ത 6 എയർ ബേസുകൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഈ ഒരു ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പിന്നെ എന്ത് തെളിവാണ് വേണ്ടത്? തെളിവ് ഇന്ത്യയുടെ പക്കലുണ്ട്. ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള നെറേറ്റീവ്സ് സൃഷ്ടിച്ച് വാർത്തകൾ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരുന്നാൽ ഇന്ത്യ നിർബന്ധിതരാവും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഒറിജിനൽ ഫൂട്ടേജ് പുറത്തു വിടാൻ നിർബന്ധിതരാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വിട്ട് ഇവരുടെയൊക്കെ മനസ്സിൽ കുളിർമഴ പെയ്യിപ്പിക്കണം. ആർമിയുടെ ഈ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ പുറത്തുവിടാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പരിമിതികളുണ്ട്. നമ്മളുടെ ടാക്ടിക്സും സ്ട്രാറ്റജീസൊക്കെ പുറം രാജ്യത്ത് അറിയിച്ചു കൊടുക്കുന്ന പോലെ ആവും. അപ്പം അതുകൊണ്ടാണ് മിലിറ്ററി അത് മാക്സിമം അതിനെ സീക്രട്ട് കീപ്പ് ചെയ്ത് തന്നെ വെച്ചിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങളിൽ ആർമിക്ക് തന്നെ അപമാനകരമായി മാറുന്ന രീതിയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചില പുഴുക്കുത്തുകൾ, ചില തൊഴുത്തിൽ കുത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്തു വരും. അപ്പോൾ അവരുടെയൊക്കെ വായടയ്ക്കാൻ വേണ്ടിയിട്ടെങ്കിലും ചില പാർട്ടായിട്ടുള്ള വീഡിയോസൊക്കെ ആർമി പുറത്തുവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ IDF ഗാസയ്ക്കുള്ളിൽ പുതിയ ഓപ്പറേഷനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നിർണായകമായിട്ടുള്ള ചില സ്ഥലങ്ങൾ സീസ് ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. ഇതിലുപരിയായിട്ട് ഒരു സൈഡിൽ ഈ ബന്ദികളെ വിട്ടുകിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ടെന്നൊക്കെ ഹമാസ് പറയുന്നുണ്ട്. 58 പേരിൽ 20 പേര് ജീവനോടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഇസ്രായേൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. ചർച്ചയ്ക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷേ കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തവണ ഡൊണാൾഡ് ട്രംപ് ഈ മിഡിൽ ഈസ്റ്റ് വിസിറ്റ് ചെയ്ത സമയത്ത് ഇസ്രായേലിനെ സന്ദർശിക്കുന്നില്ല. അതിലുപരിയായിട്ട് തുർക്കി ഇസ്താൻബുളിലേക്ക് പോകാനുണ്ടായിരുന്ന ആ ഒരു പ്ലാൻ ട്രംപ് മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് യു എയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ് തുർക്കിയിലേക്ക് പോവാത്തത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് കാലങ്ങളായിട്ടല്ല, വർഷങ്ങളായിട്ട്, പല നൂറ്റാണ്ടുകളായിട്ട് ഓട്ടോമൻ എംപററിന്റെ കീഴിൽ അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന ഒരു അറബ് സമൂഹമുണ്ട്. ആ സമൂഹം നമുക്ക് ഇപ്പം തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ അന്ന് ആ രീതിയിലുണ്ടായിരുന്ന ഒരു ഭരണമായിരുന്നു ഈ ഒരു ഓട്ടോമൻ എംപററിന്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കുത്തഴിഞ്ഞ അടിമത്വ ജീവിതം പേറിയ ജനങ്ങളാണ് ഇന്നത്തെ ബാക്കി പത്രമായിട്ട് ഇപ്പോൾ ഈ പാലസ്തീനിലായിക്കോട്ടെ, അതേപോലെ തന്നെ ഈ അറബ് ഏരിയയിൽ മൊത്തത്തിൽ ഇങ്ങനെ നിലനിന്ന് വരുന്നത്. അവർക്ക് തുർക്കിയോട് തീർത്താ തീരാത്ത വെറുപ്പുള്ള അറബ് രാജ്യങ്ങളും ഉണ്ട്. ആ രീതിയിൽ സൗദി UAE വളരെ ശക്തമായിട്ട് തന്നെ തുർക്കിയെ മെയിൻ സ്ട്രീമിലേക്ക് മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുവരുന്നതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചില വാർത്തകൾ ഇങ്ങനെയാണ് ചില അനലിസ്റ്റുകൾ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, പക്ഷേ ട്രംപ് തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് കളിക്കുന്നത് യൂറോപ്പുമായിട്ടൊക്കെ ബേസ് ചെയ്ത് കിടക്കുന്ന, നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന
വേറൊരു സൈഡിലാണ് ട്രംപ് ഇതിനെ നോക്കി കാണുന്നത്. പക്ഷേ അത് മിഡിൽ ഈസ്റ്റിന് ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് തുർക്കിയുടെ പോക്ക് കട്ടാക്കിയതായിട്ട് പറയപ്പെടുന്നത്. പക്ഷേ ഇതിൽ വേറൊരു വിഷയം കൂടെ വരുന്നുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ ന്യൂക്ലിയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഇറാനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇറാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാതെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത് സ്റ്റീവ് വിറ്റ്കോഫ് ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നമ്മൾ നോക്കി കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കേണ്ടത് ഒരു വാക്ക് കൂടി ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് ഇഫ് ഇസ്രായേൽ ഹോസ്റ്റേജസ് എല്ലാം റിലീസ് ചെയ്ത് കിട്ടുക, ഇസ്രായേലിൻ്റെ പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെ എല്ലാം റിലീസ് ചെയ്ത് കിട്ടുന്ന മുറയ്ക്കാണ് ഇറാനുമായിട്ടുള്ള ഒരു ഡീല് പോസിറ്റീവായിട്ട് തീരുക എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ മനസ്സിലാവും ഇറാനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ ഫണ്ട് കൊടുത്ത് ഹമാസിനെ ഈ രീതിയിൽ പൊക്കിക്കൊണ്ട് വന്നത്. 2005 മുതൽ ഈ ഹമാസ് എന്ന് പറയുന്നത് ഇറാൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ ആ ഒരു പ്രോക്സി മെത്തേഡ് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യവുമായിട്ട് ഒരു ന്യൂക്ലിയർ ഡീൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രശ്നം, അതായത് ഇപ്പം ലോകത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇസ്രായേൽ ഗാസ ആ ഒരു കോൺഫ്ലിക്റ്റിന് കാരണമായി തീർന്ന ഈ ഒരു ഇറാൻ ശരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ബന്ദികളെ പിടിച്ചുകൊണ്ടുവന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബന്ദികളെ മൊത്തത്തിൽ റിലീസ് ചെയ്തുകൊണ്ട് അടുത്ത ഘട്ട ചർച്ചയിലേക്ക് മുന്നോട്ട് പോകാം, ന്യൂക്ലിയർ ഡീലുമായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് കറക്റ്റായിട്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു ന്യൂക്ലിയർ ഡീലിനെ കൊണ്ടുവന്ന് ട്രംപ് നിർത്തിവെച്ചിരിക്കുന്നത്. ഇതിനി ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഇതിനെ എതിർത്തുകൊണ്ട് ആയത്തുള്ള ഖമനേയി ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ട്രംപിനെ ഒരിക്കലും വിശ്വസിക്കരുത്, അവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്, നമ്പർ 1 സ്റ്റേറ്റ്മെന്റ് ആണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് പറ്റിയ ഒരു ക്യാൻസർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇസ്രായേൽ ഒരു രോഗമാണ്, അമേരിക്കയുടെ രോഗമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വേറൊന്നുമില്ല, ട്രംപ് ഈ ഒരു ന്യൂക്ലിയർ ഡീലുമായിട്ട് ബന്ധിപ്പിച്ച് ഇസ്രായേലിനെ ഒരു ചെക്ക് പോയിന്റിൽ കൊണ്ട് വെച്ചത് കൊണ്ടാണ് ആയത്തുൽ ഖമനേയി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം ഇസ്രായേലെ കൂടാതെ ഇറാനുമായിട്ടൊരു സൊല്യൂഷൻ, പ്രത്യേകിച്ചും ന്യൂക്ലിയർ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീലിലേക്ക് പോകുന്ന സമയത്ത് അത് ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അമേരിക്ക. അറബ് ലീഡേഴ്സിന്റെ സബ്മിറ്റ് ഇന്ന് നടന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് എടുത്ത തീരുമാനത്തിൽ 2 തീരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഗാസയിൽ എത്രയും വേഗം ഈ ഒരു വെടിനിർത്തൽ സാധ്യമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ടാമത്, ഏറ്റവും കൂടുതൽ അവർ പൈസ മുടക്കിക്കൊണ്ട് അറബ് ലീഡേഴ്സൊക്കെ എടുത്തിരിക്കുന്ന ഒരു പ്ലെഡ്ജാണ് ഈ ഒരു വാഗ്ദാനം. അതാണ് ഇപ്പം ഈ ഒരു അറബ് സബ്മിറ്റിൽ മെയിൻ ആയിട്ട് ഈ 2 പോയിന്റാണ് ഡിസ്കസ് ചെയ്യപ്പെട്ടത്. ട്രംപിനോട് അതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് ട്രംപ് പറഞ്ഞത് ഗാസയിലെ ജനങ്ങളെല്ലാം പട്ടിണി കിടക്കുകയാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള തീരുമാനം എത്രയും വേഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞൊരു സൂചന. UK 3 ഇറാനികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 ഇറാനികളെ അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവർ ചില ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോർത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതാണ് UK കണ്ടെത്തൽ. അപ്പോൾ UK ആ ഒരു ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ അനുസരിച്ചാണ് ഈ ഒരു ഇറാനിയൻ ആയിട്ടുള്ള 3 ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കേസ് വരും ദിവസങ്ങളിൽ കൂടുതൽ ലൈം ലൈറ്റിലേക്ക് വരും. കാരണം UK ബന്ധപ്പെട്ട കപ്പലുകളൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചെടുക്കാറുണ്ട് ഇറാനിയൻസ്. അപ്പോൾ അതുകൊണ്ട് അവരെ പ്രോക്സികളെ വെച്ചിട്ട് ഇവർ ഈ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് UK ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ ഡെവലപ്മെന്റ്സ് നമുക്ക് എങ്ങോട്ട് പോകുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. US എയ്ഡ് കട്ടാക്കിയത് ഒരു സൈഡിൽ പല രീതിയിലുള്ള അഴിമതികളൊക്കെ കുറയ്ക്കാനും പല തീവ്രവാദ ഫണ്ടിങ്ങളൊക്കെ നിർത്താനുമുള്ള ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കിയെങ്കിലും, പക്ഷേ ഈ ഒരു US എയ്ഡ് മൂലം ശരിക്കും അതിൽ നിന്നും ഫണ്ട് പറ്റി ശമ്പളത്തിനായി ജോലിയെടുക്കുന്ന പോലെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അവരുടെ ജീവനോപാധി എന്ന് പറയുന്നത് ഈ ഒരു US എയ്ഡിൽ നിന്നും ബന്ധപ്പെട്ട് കിട്ടുന്ന ഈ ഫണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു US എയ്ഡ് നിർത്തിയത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് തന്നെ പുറത്തു വരുന്നുണ്ട്. അത് US എയ്ഡ് എത്രയും വേഗം അത് പുനഃസ്ഥാപിക്കണം എന്നുള്ള റിക്വസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ശക്തമായി വരുന്നുണ്ട്. അമേരിക്കയുടെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതലായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പേഴ്സണൽ ബഡ്ജറ്റിൽ തന്നെ അവർക്ക് പൈസ ജോലിയില്ല, അവർക്ക് ശമ്പളമില്ല. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. ആ രീതിയിൽ US എയ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു ഫണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മാർക്കോ റൂബിയോ ആണ് പുതിയ സ്റ്റേറ്റ് സെക്രട്ടറി. ആന്റണി ബ്ലിങ്കൻ ഉണ്ടായിരുന്ന സമയത്ത് ഇത്രമാത്രം ഗാസയിൽ ഒരു പട്ടിണി ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിനെതിരെ മാർക്കോ റൂബിയോ ശക്തമായി നിലപാടെടുക്കണം എന്നുള്ള റിക്വസ്റ്റ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഗാസയുടെ സൈഡിൽ നിന്ന്. പക്ഷേ ഇത് എത്രമാത്രം മാർക്കോ റൂബിയോ എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും മാർക്കോ റൂബിയോയെ കൊണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കാര്യം ഇവിടെ നെതന്യാഹു അതിനേക്കാളും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് റൂബിയോയെക്കാളും കുറച്ചുകൂടെ പവർഫുൾ ആണ് നെതന്യാഹുവിൻ്റെ വോയിസ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും രീതിയിലൊരു സമവായം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ബന്ദികളുടെ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. ആ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മാർക്കോ റൂബിയോ ആയാലും ശരി, ഏത് സ്റ്റേറ്റ് സെക്രട്ടറി വന്നാലും ശരി, ഈ അവസ്ഥ ഇങ്ങനെ തുടരുള്ളൂ. ഇതിനകത്ത് മാർക്കോ റൂബിയോയ്ക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ജസ്റ്റ് വേണമെങ്കിൽ ഒരു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ള പേരിൽ മാർക്കോ റൂബിയോയുടെ പേര് ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനല്ലാതെ ഈ ഇസ്രായേൽ ഗാസ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മാർക്കോ റൂബിയോയെ കൊണ്ട് മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട വിഷയം. യമന്റെ ഉള്ളിൽ ഇസ്രായേൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ്. ഈ ആക്രമണം തുടരെ നടത്തിയിട്ടും യമനികൾ പൊത്തിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കുന്ന ആ സ്ഥലങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിലുപരിയായിട്ട് കഴിഞ്ഞ 11 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ സന എയർപോർട്ടിൽ
മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നുള്ളത്. അങ്ങനെ എയർപോർട്ടിൻ്റെ ഡാമേജ് അതിരൂക്ഷമായ നിലയിലുള്ള ഡാമേജ് ആയിരുന്നു. ആ ഡാമേജ് എല്ലാം തന്നെ ഇപ്പം നികത്തി 11 ദിവസങ്ങൾക്ക് ശേഷം ഫ്ലൈറ്റ് സർവീസ് പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇസ്രായേൽ വീണ്ടും ഇപ്പോൾ ആക്രമണത്തിൻ്റെ ആ ഒരു പരിധിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശനിയാഴ്ച രാത്രി, അതായത് വെള്ളിയാഴ്ച ടു ശനിയാഴ്ച രാത്രിയും ആക്രമണം ഉണ്ടായിരുന്നു, ശനിയാഴ്ചയും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ മൊമെന്റിലും പുതിയ പുതിയ വാർത്തകളാണ് പുറത്തു വരാൻ പോകുന്നത്. ഇപ്പോൾ ഇസ്രായേൽ അതിശക്തമായ രീതിയിൽ യമൻ്റെ ഉള്ളിലേക്ക് ആക്രമണം നടത്തുന്നു. അതേപോലെ യമൻ തിരിച്ച് ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലും ഹൂത്തികളുമായിട്ടുള്ള ഡെവലപ്മെന്റ്. അപ്പോൾ എന്തായാലും കുറേ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.